عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും സ്വതക്കകളും ദിക്റുകളും ഖുർആൻ പാരായണവും ദുആകളും തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബിമാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് സഹാബിമാർക്ക് ഇമാമായി മഗ്രിബ് നമസ്കാരം നിർവഹിച്ച് അവിടുന്ന് തൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. ആ സമയത്ത് സഹാബിമാർ പരസ്പരം പറഞ്ഞു, ലൗ ജലസ്നാ ഹത്താ നുസല്ലിയ മഅൽ ഇശാ, നമുക്ക് ഇശാ നമസ്കാരം കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം, അതുവരെ നമുക്കിവിടെ പള്ളിയിൽ ആരാധനകളുമായി കഴിച്ചുകൂട്ടാം. അങ്ങനെ ഇശാ നമസ്കാര സമയമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ സഹാബിമാർ ഇബാദത്തുകൾ ചെയ്യുന്ന കാഴ്ചകൾ നബിക്കേറെ സന്തോഷമുണ്ടാക്കി. അവിടുന്ന് ചോദിച്ചു, മാ സിൽതും ഹാഉനാ, നിങ്ങൾ ഇതുവരെ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലൈനാ മഅക്കൽ മഗ്രിബ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ മഗ്രിബ് നമസ്കരിച്ചു. സുമ്മ ഖുൽനാ, പിന്നെ ഞങ്ങൾ പരസ്പരം പറഞ്ഞു, നജ്ലിസു ഹത്താ നുസല്ലിയ മഅക്കൽ ഇശാ, താങ്കളുടെ കൂടെ ഇശാ കൂടി നിസ്കരിച്ചിട്ട് പോകാമെന്ന് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, അഹ്സൻതും, ഉഷാറായിട്ടുണ്ട്. ഔ അസബ്തും, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ശേഷം ഫറഫഅ റഅസഹു ഇലസ്സമാ, മേൽപ്പുരകളില്ലാത്ത മദീന പള്ളിയിൽ നിന്ന് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് തല ഉയർത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു സംരക്ഷണമാണ്. ഫൈദാ ദഹബത്തിൻ നുജൂമു അതസ്സമാ മാ തുഅദ്, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ, ഉതിർന്നു വീണാൽ ആകാശത്തിന് താക്കീത് നൽകപ്പെട്ടത് വരാറായി. വഅന അമനത്തുൻ ലിഅസ്ഹാബി,
എന്റെ സഹാബിമാർക്ക് ഞാൻ കാവൽക്കാരനാണ്, ഒരു സംരക്ഷകനാണ്. ഫൈദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ മരിച്ചുപോയാൽ എൻ്റെ സഹാബിമാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന വിന്നിപ്പുകളും മറ്റും അവരിലുള്ള ഫിത്നകളും മറ്റും കടന്നു വരും. അസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എൻ്റെ സഹാബിമാർ ഈ ഉമ്മത്തിന്റെ സംരക്ഷകരാണ്. ഫൈദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ സഹാബിമാർ കടന്നുപോയാൽ ഈ ഉമ്മത്തിന് താക്കീത് നൽകപ്പെട്ടത് വരാറായി എന്നാണ്. ഇപ്പം ഈ ഉമ്മത്തിനുള്ള വിളക്കുമാടങ്ങളാണ്, ഈ ഉമ്മത്തിൻ്റെ സംരക്ഷകരാണ്, ഈ ഉമ്മത്തിൻ്റെ വഴികാട്ടികളാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരാ സ്വഹാബി? പണ്ഡിതന്മാർ ഇതിന് വിശദീകരണം നൽകുന്നുണ്ട്. അന്ന സഹാബി മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലൽ ഇസ്ലാം, വിശ്വാസിയായിക്കൊണ്ട് നബിയെ കണ്ടുമുട്ടുന്നവൻ, അഥവാ ഒരിക്കലെങ്കിലും നബിയെ കാണണം, അല്ലെങ്കിൽ നബിയുടെ കൂടെ സഹവസിക്കണം. ആ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നബിയുടെ കൂടെ സഹവസിക്കുന്ന സമയത്ത് ആൾ മുഅ്മിനായിരിക്കണം. മാത്രവുമല്ല വമാത അലൽ ഇസ്ലാം, ഇസ്ലാമിലായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മറ്റൊരു നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, നബിയെ പറ്റി അയാൾക്ക് അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ നബിയെ കാണാനോ നബിയുടെ കൂടെ സഹവസിക്കാനോ അയാൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ അയാൾ ആരല്ല? സഹാബിയല്ല. നബിയുടെ കൂടെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് ജീവിച്ചു, പക്ഷേ അവിടുത്തെ വഫാത്തിന് ശേഷം അയാൾ മുർത്തദ്ദായി പോയാൽ, അഥവാ പിന്നീട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അയാളും ആരല്ല? സഹാബിയല്ല. ഇങ്ങനെയാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞ നിർവചനം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹുമുൽ വാസിതതു ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വബൈന ഉമ്മത്തിഹി, ഈ ഉമ്മത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിലുള്ള മീഡിയേറ്ററുകളാണ് സ്വഹാബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഹദീസ് പറഞ്ഞിട്ടില്ല, നബി നമ്മളോടല്ലോ പറഞ്ഞത്. നബി ആരോടാ പറഞ്ഞത്? സഹാബത്തിനോടാണ് പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകൾ നമ്മിലേക്ക് കൃത്യമായി എത്തിച്ചതാരാണ്? സ്വഹാബിമാരാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തത് സ്വഹാബിമാർക്കാണ്. ആ ഓത്ത് കൃത്യമായ രൂപത്തിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറിയവർ അവരാണ് സ്വഹാബിമാർ. ചില ആൾക്കാരങ്ങനെ പറയും, നമ്മളൊക്കെ അന്ന് ജീവിച്ചിട്ടുണ്ടായെങ്കിൽ സ്വഹാബിയാവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ. ഇന്ന് ജീവിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ ജീവിക്കുന്നു. അവരൊക്കെ എത്ര ഭാഗ്യന്മാരാണ്. നമ്മളൊക്കെ അന്നൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വഹാബിമാരാകുമായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരുടെ അല്ലെങ്കിൽ ദാസന്മാരുടെ ഹൃദയത്തിലേക്ക് നോക്കി, ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്, അപ്പോൾ ഏറ്റവും നല്ല ഹൃദയമുള്ളയാളായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തി നബിയെ തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത് നൽകി, നബിയെ നബിയായി നിയോഗിച്ചു. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم, പിന്നീട് നബിയുടെ സഹാബിമാരാകാൻ വേണ്ടി അല്ലാഹു തആല ദാസന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. فوجد قلوب أصحابه خير قلوب العباد, അങ്ങനെ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ വക്താക്കളായി അവിടുത്തെ സഹാബിമാരെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ഫജഅലഹും വസറാഅ നബിയിഹി യുഖാതിലൂന അലാ ദീനിഹി, നബിയുടെ സഹായികളായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനു വേണ്ടി അതിന്റെ സംരക്ഷകരായി യുദ്ധം വരെ ചെയ്യാൻ തയ്യാറായ ഒരു കൂട്ടത്തെ അല്ലാഹു തആല പ്രത്യേകമായി വാർത്തെടുത്തതാണ്, പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ്. ആ സഹാബത്തിന്റെ ഫضل നമ്മൾ അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇത് ഈമാന്റെ ഭാഗമാണ്. നബി പറയാണ്,
ഖൈറുന്നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും നല്ല തലമുറ, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ തലമുറയാകുന്നു. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ, പിന്നെ അവർ തുടർന്ന് വരുന്നവർ എന്നാണ്. അതിൽ ഒന്നാമത്തെ നൂറ്റാണ്ട് ഏതാ? സ്വഹാബിമാരുടെ നൂറ്റാണ്ടാണ്. ഏറ്റവും നല്ലവർ. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നു, ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് അള്ളാഹ് പറയുമ്പോ അതിന്റെ പ്രൈമറി ഓഡിയൻസ്, അതിന്റെ പ്രഥമ അഭിസംബോധിത വിഭാഗം ആരാണ്? അള്ളാഹു നിങ്ങളുടെ ഉത്തമ സമൂഹം എന്ന് ഒരിക്കലും ഉത്തമരല്ലാത്തൊരു ആൾക്കാരെ നോക്കിയിട്ട് അള്ളാഹ് പറയില്ലല്ലോ, അള്ളാഹ് കളവ് പറയില്ലല്ലോ. നിങ്ങൾ ഉത്തമമായ സമൂഹമാണ് എന്ന് അള്ളാഹ് പറയുന്നത് ആരെ നോക്കിയിട്ടാണ്? സഹാബത്തിനെ നോക്കിയിട്ടാണ്. സൂറത്ത് ആല ഇംറാനിന്റെ 110-ാമത്തെ ആയത്താണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ, അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പകുതി സ്വീകരിക്കുക എന്നുള്ളതല്ല. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയത്. മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കൃത്യമായ രൂപത്തിൽ അനുഷ്ഠിക്കലാണ് മധ്യമ നിലപാട്. കാരണം ഇസ്ലാം തന്നെ മധ്യമാണ്. പിന്നെ നമ്മൾ മധ്യമാക്കിയാലോ പിന്നെ അതിന് പകുതിയാവും. ഇപ്പോൾ ഒരാൾ പറയാണ് മഗ്രിബ് നമസ്കാരം 3 റക്അത്താണ്, വേറെ പറയണം അല്ല മഗ്രിബ് നമസ്കാരം 1 റക്അത്താണ്. അപ്പം നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മധ്യത്തിൽ പിടിക്കാം. എത്ര? മഗ്രിബ് 2 ആയിക്കോട്ടെ. അങ്ങനത്തെ ഒരു മധ്യമാക്കലില്ല. മറിച്ച് എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് കൂട്ടാതെ കുറക്കാതെ കൃത്യമായ രൂപത്തിൽ അനുഷ്ഠിച്ചവരാണ് സഹാബിമാർ. ലിതകൂനൂ ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾക്കുള്ള സാക്ഷി, നിങ്ങൾക്കുള്ള മാതൃക അള്ളാഹുവിന്റെ റസൂലാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലൊരു ആയത്തിൽ അള്ളാഹ് പറയാണ് ഖുലിൽ ഹംദുലില്ലാഹ്, നീ അൽഹംദുലില്ലാ എന്ന് പറയണം. നീ അൽഹംദുലില്ലാ എന്ന് പറയുക. വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, അള്ളാഹ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് നീ പറയണം. ഇതിന്റെ വ്യാഖ്യാനമായിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, അള്ളാഹ് തെരഞ്ഞെടുത്ത അവന്റെ ദാസന്മാർക്ക് സമാധാനമെന്ന് പറഞ്ഞാൽ അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാകുന്നു. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, നാം വേദം നൽകിയ ആളുകൾ, കിതാബ് നൽകിയ ആളുകൾ, യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, അവരത് ഓതേണ്ട മുറപ്രകാരം ഓതുന്നു എന്നതിന്റെ വ്യാഖ്യാനമായി ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയുകയാണ് ഹും അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമനു ബികിതാബില്ലാഹി വഅമിലു ബിമാ ഫീഹി, അല്ലാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത സഹാബിമാരെ പറ്റിയാണ് ഖുർആൻ ഓതേണ്ട മുറപ്രകാരം ഓതിയവർ എന്ന് അല്ലാഹു തആല പറയുന്നത് എന്നാണ്. ഇപ്പൊ ഖുർആൻ കേൾക്കുന്നവർ മാത്രമല്ല, ഓതുന്നവർ മാത്രമല്ല, അത് വെച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരാണ് സഹാബിമാർ. അവർ പറഞ്ഞത് 10 ആയത്ത് ഞങ്ങൾക്ക് ഇറങ്ങിയാൽ ആ 10 ആയത്ത് ഞങ്ങൾ പഠിക്കും, എന്നിട്ട് അത് ഞങ്ങൾ മറ്റുള്ളവർക്ക് ഞങ്ങൾ ജീവിതത്തിൽ പകർത്തും, എന്നിട്ട് ഞങ്ങളത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായിരുന്നു സഹാബിമാർ. ഇന്ന് അവരെ ചീത്ത പറയുന്നവരെ പോലും ഏറെ ബഹുമാനിക്കുന്നൊരു കാലാണ്. സഹാബത്തിനെ കുറ്റം പറയുന്നവരൊക്കെ ഇസ്ലാമിന്റെ സംരക്ഷകരായിട്ട് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അവരെ ഇസ്ലാമിനെ രക്ഷിക്കാനുള്ളൂ, ഫലസ്തീനിലെയും മറ്റു മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ അവർ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പലപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീഡിയകളിലുള്ള അത്തരം പ്രചരണങ്ങൾ വിശ്വസിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ഗൗരവമുള്ള വിഷയമാണത്. ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് സഹാബത്തിന്റെ മഹത്വം എന്താണ്? അല്ലാഹ് പറയാണ് والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان
റളിയല്ലാഹു അൻഹും വറളു അൻഹു. അതായത് മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുമ്പേ പ്രവർത്തിച്ച് കടന്നുപോയ ആളുകൾ, അതുപോലെ തന്നെ സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയ ആളുകൾ, റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളു അൻഹു, അതുപോലെ തന്നെ അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ഒരാളെ തൃപ്തിപ്പെടാതിരിക്കാൻ നമുക്ക് പാടില്ല. അള്ളാഹ് ശപിച്ച ഒരാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ഷിയാക്കളൊക്കെ സഹാബിമാരെ ശപിക്കുന്ന ആളുകളാണ്. നമുക്ക് നോക്കുക, നെറ്റിലൊക്കെ നോക്കി കാണാം. ആയിഷ ഫിന്നാർ എന്നൊക്കെ എഴുതിയിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് മുറിച്ച് തിന്നുന്ന ആൾക്കാരാണ് ഷിയാക്കൾ. ഏത് ആയിഷ? നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ പറ്റിയാണ് ഇവര് ഫിന്നാർ, നരകത്തിൽ എന്ന് പറയുന്നത്. ഇപ്പം ഇറാനൊക്കെ വല്ലാതെ മഹത്വവൽക്കരിക്കുന്ന ആൾക്കാരുണ്ട്. ഇസ്രായേലിനെതിരെ ഓരാണ് എല്ലാ അർത്ഥത്തിലും പോരടിക്കുന്നവർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അല്ല, ജൂതന്മാര് ഫലസ്തീനിൽ കൊന്നൊടുക്കിയതിൻ്റെ എത്രയോ ഇരട്ടി സിറിയയിലും മറ്റും ഈ ഷിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് കൊലപാതകങ്ങൾ. മാത്രമല്ല അവരുടെ പ്രസംഗങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിളാ, വേണമെങ്കിൽ അയച്ചുതരാം ആവശ്യമുള്ളവർക്ക്. ഏരിയൽ ഷാരോന്റെ നായ അബൂബക്കറിനേക്കാൾ ഉമറിനേക്കാൾ ഉത്തമമെന്നാണ് അവർ പറഞ്ഞത്. നഊദു ബില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്നും അബൂബക്കറും ഉമറൊക്കെ അത് തട്ടിയെടുത്തതാണ് എന്നുമാണ് വാദിക്കുന്നത് അവര്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് മലന്റെ മുകളിൽ കയറി. കൂടാറുണ്ടായിരുന്നു അറിയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് ആ മല ഇങ്ങനെ വറക്കാൻ തുടങ്ങി. നബി പറഞ്ഞു, ഉസ്ബുത് ഉഹദ്, ഉഹദ്, നീ ഒന്ന് അടങ്ങി നിൽക്ക്, ഉറച്ചു നിൽക്ക്. ഫഇന്നമാ അലൈക നബിയ്യുൻ, നിന്റെ മേലുള്ളത് ഒരു നബിയാണ്. വസിദ്ദീഖുൻ, ഒരു സിദ്ദീഖ്, സത്യസന്ധനാണ്. വശഹീദാൻ, രണ്ട് രക്തസാക്ഷികളുമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന്, സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സത്യസന്ധനാണ് എന്ന് അള്ളാഹിന്റെ റസൂലാണ് സർട്ടിഫൈ ചെയ്തത്. ഖുർആനിലും ഉണ്ട് സൂചനകൾ. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു വ്യാഖ്യാനം സത്യപ്പെടുത്തിയത് എന്നത് പറയുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റിയാണ്. അപ്പോൾ ഉഹദ് മലയോട് നബി പറയാം, ഉസ്ബുത് ഉഹദ്, ഉഹദ് നീ അടങ്ങുക, നിന്റെ മേലൊരു നബിയുണ്ട്, ഒരു സിദ്ദീഖുണ്ട്, വശഹീദാൻ, രണ്ട് രക്തസാക്ഷികളുണ്ട്. അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാവിയിൽ ഷഹീദാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവചിക്കുകയാണ്. പിന്നീട് അത് സംഭവിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുക്ക് പേടിയുണ്ടായിരുന്നു. എന്താ പേടി അറിയോ? മരിക്കാനുള്ള പേടിയല്ല, ഷഹീദാകാനുള്ള പേടിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ കാണുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്, തൻ്റെ പ്രജകൾ മുഴുവൻ മുസ്ലിങ്ങളാണ്. ഞാൻ ഷഹീദാകും, കൊല്ലപ്പെടുമെന്ന സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. റബ്ബേ, എന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം കുത്തിക്കൊല്ലോ. അങ്ങനെ കുത്തിക്കൊന്നാവും പിന്നെ അവൻ്റെ അവസ്ഥ എന്താ? അതാണ് ഉമർ റളിയല്ലാഹുവിന് പേടി. അങ്ങനെ കുത്തേറ്റു. സുബ്ഹ് നമസ്കാര സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേൽക്കുന്നത്. അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ ഒരു വ്യക്തി ഇരുതല മൂർച്ചയുള്ള വിഷം പുരട്ടിയ കടാര കൊണ്ട് അടിവയറ്റിന് കുത്തിക്കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലുന്നത്. എന്നെ കുത്തിയതാരാണ് ചോദിക്കുന്നുണ്ട്. ഒരു മുസ്ലിം അല്ല എന്നറിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാന്റെ റസൂല് ഷഹീദാകുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ച് ഉറപ്പായി ഷഹീദായ ആളാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നുണ്ട്. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ വീട് വളയുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, സംരക്ഷണം വേണോ? അദ്ദേഹം പറഞ്ഞു, ഒരു സംരക്ഷണം കിട്ടിയിട്ട് കാര്യമില്ല, ഞാൻ ഷഹീദാകും എന്നുള്ളത് അള്ളാന്റെ റസൂലിന്റെ ഓഫറാണ്, അത് ലഭിക്കും. അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ സൂറത്തുൽ ബഖറയിലെ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്തെത്തിയപ്പോഴാണ് അദ്ദേഹം ഷഹീദാകുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മുസ്ഹഫിലേക്ക് രക്തം പോലും ചിന്തുന്നുണ്ട്. ഇങ്ങനെ ഉറപ്പായിട്ട് അള്ളാന്റെ റസൂല്
ഷഹീദാണ് എന്ന് പറഞ്ഞ സ്വഹാബിമാരടക്കം കാഫിറാക്കിയ ഒരാള് ഷഹീദ്. ഷഹീദാനുള്ള കാരണം എന്താ? അയാൾ കൊല്ലപ്പെട്ടത് അമേരിക്ക ബോംബിട്ടതുകൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ആളുകൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്നില്ല. നിസ്കാരത്തിന്റെ കാര്യം വരുമ്പോ, നോമ്പിന്റെ കാര്യം വരുമ്പോ, സ്വതക്കയുടെ കാര്യങ്ങൾ വരുമ്പോ, ദീനിയായ കാര്യങ്ങൾ വരുമ്പോ അപ്പൊ സ്വഹാബത്തിന്റെ മനഹജൊക്കെ സ്വീകരിക്കും. എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ വരുമ്പോ, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ജീവനോടുകൂടി കൊന്നൊടുക്കിയ ക്രൂരന്മാരായ ആളുകളെ പറ്റിയൊക്കെ പറയുമ്പോ ഒരാദർശം നമ്മൾ പറയണ്ട, അത് വേറെ ഇത് വേറെ. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പിടിച്ചടക്കിയിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുന്ന, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലുന്ന, ഉമർ റളിയല്ലാഹുവിനെ കാഫിറായി പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഫലസ്തീന്റെ സംരക്ഷകരായി വരുന്നു നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പൊ ചോദിക്കും, അവർ ഇസ്രായേലിക്ക് ബോംബിടുന്നില്ലേ? അതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ. അവർ രാജ്യത്തടിക്കുമ്പോൾ അവരുടെ നേതാവിനെ അടിച്ചപ്പോൾ അവർ തിരിച്ചടിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം ജൂതന്മാരെ മുസ്ലിങ്ങളെ കൊന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽ മുസ്ലിങ്ങളെ കൊന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം നിരപരാധികളെ കൊന്നൊടുക്കിയവരാണ് ഷിയാക്കൾ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. സ്വഹാബത്തിന് ചീത്ത പറയുന്നുള്ള നിസ്സാരായ കാര്യമല്ല. ഒരിക്കൽ ഒരു മുനാഫിക്കായ വ്യക്തി ഇങ്ങനെ പറയാണ്, ഈ സ്വഹാബിമാരെ പോലെ ആർത്തിപ്പണ്ടാറങ്ങളായ ആൾക്കാർ വേറെ ഇല്ല. അതായത് വിശപ്പ് കണ്ട് വന്നാൽ പിന്നെ തിന്നാൻ ഇത്ര കൊതിയുള്ള തീറ്റക്കൊതിയന്മാരായ ഒരു ടീം വേറെ ഇല്ല. ഇവരെ പോലെ കളവ് പറയുന്ന ആൾക്കാർ വേറെ ഇല്ല. ഇവരെ പോലെ യുദ്ധത്തിൽ ശത്രുക്കൾ അഭിമുഖീകരിക്കുമ്പോൾ ഭീരുക്കളായ ആൾക്കാരും വേറെ ഇല്ല. അപ്പോൾ സ്വഹാബി ഇത് കേട്ടു. സ്വഹാബി പറഞ്ഞു, ഞാനിപ്പോൾ റസൂലിൻ്റെ അടുക്ക് പോയി പറഞ്ഞു കൊടുക്കും. ഇപ്പം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അയാൾ പറയാം, ഞാൻ അങ്ങനെ തമാശക്ക് പറഞ്ഞാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഈ സ്വഹാബി എത്തിയപ്പോഴേക്ക് ആയത്തിറങ്ങിയിട്ടുണ്ട്. നബി ഇങ്ങോട്ട് ആയത്ത് ഓതി കൊടുത്തു. എന്താ? ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അല്ലാഹനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? അള്ളാഹിന്റെ ആയത്തുകളെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? അള്ളാഹിന്റെ റസൂലിനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? നിങ്ങളോട് ഉദുറും പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാനിന് ശേഷം കാഫിറുകളായിരിക്കുന്നു. അതിനർത്ഥം ഒരു സഹാബിനെ ഒരാൾ കുറ്റം പറഞ്ഞാൽ അവനെ കാഫിർ നമ്മൾ വിളിക്കണ്ട. പക്ഷേ വിഷയം ഗൗരവമാണ്. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന അത്രയും ഗൗരവമുള്ള വിഷയമാണ് സഹാബത്തിനെ കുറ്റം പറയുക എന്നുള്ളത്. ലാ തസുബ്ബു അസ്ഹാബി, നബി പറയാ, കൃത്യ നബി ആ വാക്കിനെടുത്ത് പറയും, നിങ്ങൾ എൻ്റെ സഹാബിമാരെ ചീത്ത വിളിക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും എൻ്റെ സഹാബിമാർ ഒരു മുദ്ദോ അരമുദ്ദോ ചെലവഴിച്ച് അത്ര പോലും ആവൂല. സ്വർണത്തിൻ്റെ ഒക്കെ എന്താ വില അല്ലേ? ഇപ്പം ഞാനിപ്പോൾ അടുത്ത് ഇന്നലെ ഒരു ഫൈസൽ മൗലവിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഈ കൊല്ലം എല്ലാവരും മര്യാദക്ക് സ്വർണത്തിന് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം നമ്മുടെ നാട്ടിൽ സക്കാത്ത് സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവില്ല. എന്നാൽ ഒരാൾ ഉഹുദ് മലയുടെ അത്ര സ്വർണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ചെലവഴിക്കേണ്ടി വരും? പക്ഷെ അതുപോലും സ്വഹാബിമാർ ഒരു മുദ്ദ് കൊടുത്തിൻ്റെ അല്ലെങ്കിൽ അരമുദ്ദ് കൊടുത്തിൻ്റെ അത്ര പോലും ആവില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഈമാൻ അത്രയുമാണ്. അത്രയും മഹത്തുള്ളവരാണ് സ്വഹാബിമാർ. വേറെ ഹദീസിൽ കാണാം, ലാ തസുബ്ബു അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ നിങ്ങൾ ചീത്ത പറയരുത്. വല മുഖാമു അഹദിഹിം സഅതൻ ഖൈറും മിൻ അമലി അഹദികും ഉംറഹു. സഹാബിമാർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ ആയുസ്സിന് മുഴുവൻ പ്രവർത്തിച്ചാൽ അത്ര ആവില്ല. ചില റിപ്പോർട്ടുള്ളത് നിങ്ങൾ 40 വർഷം പ്രവർത്തിച്ചാലും സഹാബത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞ സമയം പ്രവർത്തിച്ചാൽ അത്ര ആവില്ല. അള്ളാഹു നീതിമാനാണ്. സഹാബത്തിന് വെറുതെ കുറെ കൊടുക്കുകയല്ല, അവരുടെ ഈമാൻ അത്രയായിരുന്നു, അവരുടെ ഇഖ്ലാസ് അത്രയായിരുന്നു. അവർ ദുനിയാവിനേക്കാൾ പരലോകത്തെ ഇഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ ഈ ഷിയാക്കളുടെ ആചാര്യന്മാരെ എഴുതി വെച്ചത് എന്താ അറിയോ? സഹാബിമാർ യുദ്ധക്കൊതിയന്മാരായിരുന്നു, കൊലപാതകികളായിരുന്നു,
അധികാരമോഹികളായിരുന്നു എന്നൊക്കെയാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്ന് പറയുന്നവരാണ് ജൂതന്മാർ. ഷിയാക്കൾ മറിയം ബീവിയെ പറ്റി ജൂതന്മാർ പറഞ്ഞത് അതേ വാക്കാ. വബികുഫ്രിഹിം വഖൗലിഹിം അലാ മറിയമ ബുഹ്താനൻ അലീമ. കുഫ്ർ നിമിത്തം അവർ മറിയമിനെ പറ്റി ഏറ്റവും വമ്പിച്ച ആരോപണം ഉന്നയിച്ചു എന്നാ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ചില ക്രിസംഗികളായ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? അവരിങ്ങനെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഇങ്ങനെ എന്ത് ചെയ്യും? കമൻറ്റിലിടും, സപ്പോർട്ട് ചെയ്യും. യഥാർത്ഥത്തിൽ ജൂതന്മാരെ വധപ്രകാരം ഈസാ നബി ആരാണ്? ജാരസന്തതിയാണ്. ജൂതന്മാരുടെ വാദപ്രകാരം ഈസാ നബി എന്താണ്? ജാരസന്തതിയാണ്. മറിയം ബീവി വേശ്യയാണെന്നാ. എന്നാൽ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ വേശ്യയാണെന്നാണ് ആര് പറയുന്നത്? ഷിയാക്കൾ പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ട്, ഒരുപാട് ആയത്തുകൾ. ആയിഷ റളിയല്ലാഹു അൻഹ ഏറെ മാനസികമായി പ്രയാസപ്പെട്ട സന്ദർഭമാണ് ആരോപണം ഉണ്ടായപ്പോൾ. പക്ഷെ അള്ളാഹു തആല എന്ത് ചെയ്തു? നിരപരാധിത്വം ബോധ്യപ്പെടുത്തി ആയത്തിറക്കി. നമ്മളെ ഈ ഖുർആൻ പോലും അവർ അംഗീകരിക്കുന്നില്ല. മറ്റൊരു ഖുർആനാണ് അവർ വിശ്വസിക്കുന്നത്. തുസ്മറുല്ലാഹു ഉസഫലെ എന്നാണ് അവർ പറയുന്നത്. അവരിൽ പല രൂപത്തിലുള്ള പിഴച്ച വാദങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ നെറ്റ് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയിട്ട് മഖബറത്തു അബീൽ ഉലുആന്നോ അല്ലെങ്കിൽ ഖബർ ഓഫ് അബൂൽ ഉല എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഖബർ കാണാം. അവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ഉലുആ എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് അബൂൽ ഉല? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഘാതകൻ അഥവാ മജൂസി അഗ്നി ആരാധകനായ വ്യക്തിയുടെ ജാറുണ്ട് ഷിയാക്കൾ ഉണ്ടാക്കിയതാ. ഉമർ റളിയല്ലാഹു കാഫിറായിട്ടും ഉമർ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ലാനത്തിൽ നിന്നവരാണ് അവരെങ്കിൽ ഉമർ റളിയല്ലാഹുവിനെ കൊന്ന ആളോ അയാള് നല്ല മനുഷ്യനായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇപ്പം നജസ്സൊക്കെ നമ്മൾ പഠിപ്പിക്കുമല്ലോ ഫിക്കിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നജസ്. അതിൽ പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ നജസ്സാണ്. പക്ഷെ അവരെ തൊട്ടാ എന്ത് ചെയ്യണ്ട? പിന്നീട് കഴുകി വൃത്തിയാക്കണം എന്നില്ല. അതാലോചിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് മുശ്രിക്കുകളാണ് നജസ് എന്നാ. അതുപോലെ സഹാബിമാരെ നജസായി പ്രഖ്യാപിക്കുന്നവർ, ആ സഹാബിമാരിലെ ഏറ്റവും ശ്രേഷ്ഠരായവരെ പറ്റി പോലും അവർ വിശ്വസിക്കുന്നതാ. വിരലിലെണ്ണാവുന്ന 4-5 സഹാബിമാരെ മാത്രമേ അവർ അംഗീകരിക്കണുള്ളൂ. ബാക്കിയുള്ളവരെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലും. അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, കൂലിട്ടുന്ന കാര്യമാണ്. സഹാബത്തിനെ പരിഹസിക്കൽ, സഹാബത്തിനെ പറ്റി മോശമായിട്ട് പറയൽ അതൊരു നല്ല കാര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരാൾ കടന്നു വന്നു. ഒരു സ്ത്രീ എന്ന് ചോദിക്കുകയാണ്, ഇന്ന നാസൻ യതനാബലൂന അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ അബൂബക്കർ വ ഉമർ. ചില ആൾക്കാരൊക്കെ അങ്ങനെ സഹാബിമാരെ കുറ്റം പറഞ്ഞ് എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങളെ ഒപ്പായ ആ അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റിയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യേണ്ട ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. എന്താണ് അവസ്ഥ? ജനങ്ങളെ കഥ എന്താണെന്ന് ചോദിക്കണത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് അത് പോസിറ്റീവായി എടുത്തു, വിഷമിച്ചിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വമാ തഅജബുന മിൻ ഹാദാ, അതിന് നിന്നെ അത്ഭുതപ്പെടേണ്ട ആവശ്യം. കാരണം ഇൻകത അൻഹുമുൽ അമൽ, അവർ മരിച്ചോടുകൂടി അവരുടെ അമൽ എന്ത് ചെയ്തു? നിന്നുപോയി. ഇനി അവർക്ക് നിസ്കരിക്കാനോ നോമ്പെടുക്കാനൊന്നും കഴിയില്ലല്ലോ, ഒരു ഖബറിലാണ്. എന്നാൽ ഫഹബ്ബല്ലാഹു അല്ലാ യഖത അൻഹുമുൽ അജ്ർ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതിഫലം നിൽക്കണ്ടെന്നാണ്. കർമ്മം നിന്നോട്ടെ, പക്ഷെ എന്ത് നിൽക്കൂല? പ്രതിഫലം ഇന്നും അതന്നെയാണ്. ഇന്നിപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റി എന്തെല്ലാം ആരോപണം ഉന്നയിക്കുന്നത്, മുആവിയ റളിയല്ലാഹുവിനെ പറ്റിയൊക്കെ എന്തെല്ലാം മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. സഹാബിമാരെ കൊന്നൊടുക്കിയ മഹാകൊലയാളിയായിക്കൊണ്ടാണ്, അധികാരമോഹിയായിക്കൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ചിത്രീകരിക്കുന്നത്. ആ ചരിത്രത്തിന്റെ സ്വാധീനം പലപ്പോഴും പല ഗ്രന്ഥങ്ങളിലും സ്ഥാനം പിടിച്ച് സഹാബിമാർ പരസ്പരം ഭയങ്കര അടിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ത്വൽഹ റളിയല്ലാഹു അൻഹുമായി വിവാഹം കഴിച്ചെന്ന് വരെ വിശ്വസിക്കുന്ന, അങ്ങനെ വാദിക്കുന്ന ഷിയാക്കളുണ്ട്. ഇതൊക്കെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊന്നും നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റുന്ന കാര്യമല്ല. സഹാബിമാരെ ചീത്ത പറയുന്നതിനെ പറ്റി നബി എന്താ പറഞ്ഞറിയോ?
വേറെ ഹദീസിൽ മൻ സബ്ബ അസ്ഹാബി, ആരെങ്കിലും എൻ്റെ സഹാബിമാരെ ചീത്ത പറഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവരെ ശപിക്കുന്നതാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണെന്ത്? സഹാബത്തിനെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്തിനെ ചീത്ത പറഞ്ഞവരുണ്ട്. ആരാ? മുശ്രിക്കുകൾ. സൂറത്തുൽ ബഖറ നമ്മളിങ്ങനെ ഓതുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കുറച്ച് ആയത്തുകൾ മുത്തഖിങ്ങളെ പറ്റി പറഞ്ഞു, പിന്നെ 2 ആയത്തുകളൊക്കെ കാഫിറുകളെ പറ്റി പറഞ്ഞു, പിന്നെ കുറേ ആയത്തുകൾ മുനാഫിക്കിനെ പറ്റിയാണ് പറഞ്ഞത്. മുനാഫിക്ക് പറയുമ്പോൾ 2 രൂപത്തിലുള്ള മുനാഫിക്കുകളുണ്ട്, അത് വലിയതുണ്ട് ചെറുതുമുണ്ട്. കാഫിറുകൾ തന്നെ ആയ മുനാഫിക്കുകളുണ്ട്, അതായത് നബിനെ കാണുമ്പോൾ മാത്രം നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയും, എന്നാൽ ഉള്ളിൽ ശരിക്ക് കാഫിറായി തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പറ്റി, മുനാഫിക്കുകളെ പറ്റി അല്ലാഹു തആല പറഞ്ഞെന്താ? വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അവരോട് പറയപ്പെട്ടാൽ ഈ ആളുകൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഇത് ഈ ആളുകൾ, ഈ സഹാബിമാർ വിശ്വസിച്ചതുപോലെ നിങ്ങളും നബിയിൽ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ, നിങ്ങളും ഖുർആനിലും പരലോകത്തിലും ഒക്കെ വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും അനുമിനു കമാ ആഹുല, ഞങ്ങൾ വിശ്വസിക്കുകയാണോ ഈ മൂഢന്മാരായ ആളുകൾ വിശ്വസിച്ചതുപോലെ? അനുമിനു കമാ ആമന സുഫഹാ, ഈ മൂഢന്മാർ, ഈ വിഡ്ഢികളായ ആളുകൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണോ എന്നെന്ത് അവർ പറയും. സഹാബത്തിനെ വിഡ്ഢികൾ എന്നാര് വിളിച്ചു? നിഷേധികളെ വിളിച്ചപ്പോൾ അല്ലാഹു പറയാണ് അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, അറിയുക അവർ തന്നെയാണ് വിഡ്ഢികൾ, അവർ തന്നെയാണ് മൂഢന്മാർ. വലാകിൻ ലാ യഅലമൂൻ, എന്നാൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. സൂറത്തുൽ ബഖറയിലെ 13-ാമത്തെ ആയത്താണ്. മാത്രമല്ല പണ്ഡിതന്മാർ ഈ വിഷയത്തിന്റെ ഗൗരവം പറയാണ്. മൻ ശതമ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ ചീത്ത വിളിച്ചാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്, അവൻ കാഫിറാണ്. വഇൻ സോമ, അവൻ നോമ്പ് നോറ്റാലും, വസല്ല, നിസ്കരിച്ചാലും, വസഅമ അന്നഹു മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് അവൻ വാദിച്ചാലും ശരി, അവൻ ആരാണ്? കാഫിറാണ്. കാരണം എന്താ? അല്ലാഹു ഒരാളെ പറ്റി പറയണത് അവൻ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്. അതായത് 10 സ്വഹാബിമാരുടെ പേര് ഇങ്ങനെ എടുത്തിട്ട് നബി പറയണത് ഇവർ സ്വർഗത്തിലാണ്. അങ്ങനെ 10 സ്വഹാബിമാരുടെ പേര് പറഞ്ഞു. ചില സ്വഹാബിമാരെ അവർ സ്വർഗത്തിലാണ് എന്ന് വ്യംഗ്യമായ രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ഇപ്പം നമ്മളെ പറ്റിയെങ്ങാനും നമ്മൾ സ്വർഗത്തിലാന്ന് നബി പറഞ്ഞ ഹദീസ് ഉണ്ടെങ്കിലോ നമ്മളെ പ്രൊഫൈൽ പിക്ചർ കയറ്റി വെക്കൂലേ, പിന്നെ നമ്മൾ പള്ളിക്കൊക്കെ ഒന്നും വരില്ല. നമ്മളോട് പറയും എന്താ അതിനെന്താ പള്ളി കയറേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ സ്വർഗത്തിലാണ് നബി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഇത്രയും സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടും പരലോകത്തെ പേടിച്ച് ഖബർ കണ്ടപ്പോൾ കരഞ്ഞ്, നരകത്തെ ഓർത്ത് കരഞ്ഞ്, ഇബാദത്തുകളിൽ സജീവമായി ജീവിച്ചവരാണ് സ്വഹാബിമാർ. അവരെ ചീത്ത പറയാന്നുള്ളത് വളരെ മോശം പരിപാടിയാണ്. അല്ലാഹു തആല ഏറെ ഗൗരവമായി പഠിപ്പിക്കുന്ന വിഷയമാണത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഗൗരവമായിട്ട് പഠിപ്പിക്കുന്ന വിഷയമാണ്. നബി പറയാണ് ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, അൻസാരികളെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ അടയാളാണ്. ഒരാൾക്ക് ഈമാൻ ഉണ്ടോ നോക്കിയാൽ നോക്കിയാൽ മതി. മുഹാജിറുകൾ, അൻസാറുകൾ, സ്വഹാബിമാർ 2 ആയിട്ടാണ്. മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകൾ, മദീനയിൽ നിന്ന് നബിയെ സ്വീകരിച്ച സ്വഹാബത്തിനെ സ്വീകരിച്ച അൻസാറുകൾ. താരതമ്യേന കൂടുതൽ സ്ഥാനം മുഹാജിറുകൾക്കാണ്, അൻസാറുകൾക്കും സ്ഥാനമുണ്ട്. താരതമ്യേന കൂടുതൽ സ്ഥാനം മുഹാജിറുകൾക്കാണ്. എന്നാൽ അൻസാറുകളെ സ്നേഹിക്കൽ തന്നെ എന്താണ്? ഈമാന്റെ ഭാഗമാണ്. എന്നാൽ വായത്തുൻ നിഫാഖി ബുഅദുൽ അൻസാർ, അൻസാറുകളെ വെറുക്കൽ എന്താണ്? നിഫാഖിന്റെ അടയാളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? നബിയെ നിങ്ങൾക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമാരെയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു
ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്ന് പറഞ്ഞു. അപ്പൊ വന്ന ആൾ ചോദിക്കുകയാണ്, പുരുഷന്മാരിൽ ആരെയാണെന്ന് ചോദിച്ചു. പുരുഷന്മാരിൽ അപ്പം നബി പറഞ്ഞു അബൂഹു, അവരുടെ ഉപ്പയെയാണെന്ന്. ആരാ? അബൂ ബക്കറിനെ പറ്റിയാണ് പറഞ്ഞത്. ചില റിപ്പോർട്ടിൽ കാണാം ഈ വന്ന സ്വഹാബി തൻ്റെ പേര് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പിന്നെ ആണെന്ന് വെച്ചപ്പോൾ ഉമർ എന്ന് പറഞ്ഞു, പിന്നെ ഉസ്മാൻ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ് പിന്നെ ഞാൻ ചോദിക്കൽ നിർത്തി, കാരണം ചോദിച്ച അവസാന ലിസ്റ്റിൽ അവസാനത്തെ ആളെങ്ങാനും ഞാനായി തീരുമെന്ന് പേടിച്ചിട്ടെന്നാ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഹുബ്ബുസ്സഹാബത്തി കുല്ലുഹും ലീ മദ്ഹബു വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു. സഹാബിമാരോടുള്ള മുഴുവൻ സഹാബിമാരോടുമുള്ള സ്നേഹമാണ് എൻ്റെ മദ്ഹബ്. അവരോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അല്ലാഹുവിലേക്ക് തവസ്സുലാക്കുകയാണ്. വലികുല്ലിഹിം ഖദ്റുൻ വഫദ്ലുൻ സാതിഉ ലകിന്നമസ് സിദ്ദീഖു മിൻഹും അഫ്ളലു. ആ സഹാബിമാർക്കെല്ലാം സ്ഥാനമുണ്ട്, എന്നാൽ ലകിന്നമസ് സിദ്ദീഖു മിൻഹും അഫ്ളലു, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബി അത്ര സ്നേഹിച്ചാലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹിജ്റക്കുള്ള ആഹ്വാനമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും, അബൂബക്കർ ഹിജ്റ പോകാനുള്ള കൽപ്പന ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നെ കൂടി കൂട്ടാനാണ് കൽപ്പന. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനുഷ്യന്മാർക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും മനുഷ്യന്മാരെന്ത് ചെയ്യും? കരയുന്നു. അബൂബക്കർ ആയിഷ റളിയല്ലാഹു അൻഹക്ക് വളരെ ചെറിയ പ്രായപ്പുള്ളത്. ഇസ്ലാം വഫാത്താകുമ്പോൾ 18 വയസ്സ് മാത്രമാണ് ആർക്കുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹക്കുള്ളത്. ഇത്ര ഇൽമുള്ള ആളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാരുടെ ഇൽമൊക്കെ ഒരു തട്ടിലും ആയിഷ റളിയല്ലാഹുവിൻ്റെ ഇൽമ മറ്റു തട്ടിലും വെച്ചാൽ അത് ഭാരം തൂങ്ങുന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹുവിനെ പറ്റി മോശമായിട്ട് പറയുന്ന ഷിയാക്കൾ, ഞാൻ പറഞ്ഞു അൻസാരികളെ കുറ്റം പറയുന്ന നിഫാക്ക, അവരെ പറ്റി വെറുപ്പുണ്ടാകുന്ന നിഫാക്ക, അവരെ സ്നേഹിക്കാതിരിക്കാൻ തന്നെ, അതായത് വെറുക്കണില്ല സ്നേഹിക്കണമില്ല, ആ അവസ്ഥ പോലും എന്താണ്? നിഫാക്കാണ്. എന്നാൽ സഹാബിമാരിലെ ശ്രേഷ്ഠരായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ മോശമായിട്ട് പറയാന്ന് പറഞ്ഞാൽ അത് ഏറെ ഗൗരവമുള്ള വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വേറെ ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ അൻസാർ, അൻസാരികളായ ആളുകൾ, അവരെ സ്നേഹിക്കൽ മുഅ്മിനുകളല്ലാതെ ഒരാളും അവരെ സ്നേഹിക്കുകയില്ല. അൻസാറുകളെ മുഅ്മിനുകളായ അൽ അൻസാറു ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖ്, മുനാഫിക്കുകളല്ലാതെ അവരോട് കോപിക്കുകയില്ല. ഫമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്, ആരെങ്കിലും അൻസാറുകളെ സ്നേഹിച്ചാൽ അല്ലാഹു അവരെ സ്നേഹിക്കുന്നതാണ്. വമൻ അബ്അദഹും അബ്അദഹുല്ലാഹ്, ആരെങ്കിലും അൻസാറുകളെ വെറുത്താൽ അല്ലാഹു തആല അവരെ വെറുക്കുന്നതാണ്. അപ്പൊ മുഹാജിറുകളിൽപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിൻ്റെയും പേര് കേൾക്കുമ്പോൾ ലഅനത്ത്, ഇവരിങ്ങനെ ഷഹാദത്ത് പ്രഖ്യാപിക്കുമ്പോൾ അബൂബക്കർ കാഫിറാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന രൂപത്തിൽ ഇങ്ങനെ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നത് ഈ ഷിയാക്കളായ ആളുകൾ. അപ്പോൾ അള്ളാഹിൻ്റെ വെറുപ്പുണ്ടാകുന്ന വിഷയമാണിത്. ഇനി മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ പറ്റി എന്താ പറഞ്ഞ അറിയോ? സ്വഹാബിയോട് പറയും, വഅലമു, നിങ്ങൾ അറിയണേ, അന്ന ഫീകും റസൂലല്ലാഹ്, സഹാബിമാരെ നിങ്ങളുടെ കൂടെ അള്ളാഹിൻ്റെ റസൂലുണ്ട്. ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും, അധിക കാര്യങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ ഇങ്ങോട്ട് അനുസരിക്കായിരുന്നെങ്കിൽ നിങ്ങൾക്കത് പ്രയാസാകുമായിരുന്നു. മറിച്ച് നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെ അങ്ങോട്ട് അനുസരിക്കുന്നവരാണ്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് ഈമാനിനെ ഇഷ്ടമുള്ളതാക്കിയിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ഈമാനിനെ ഏറ്റവും ഭംഗിയാക്കി അള്ളാഹു വെക്കുകയും ചെയ്തിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിഷേധവും ഫുസൂഖ് അധർമ്മവും അനുസരണക്കേടുമെല്ലാം നിങ്ങൾക്ക് അള്ളാഹു വെറുപ്പുള്ളതുമാക്കിയിരിക്കുന്നു. അപ്പൊ കുഫറിനോട് അവർക്ക് വെറുപ്പാ സ്വഹാബിമാർക്ക്, പിന്നെ അനുസരണക്കേടിനോട് അവർക്ക് വെറുപ്പാണ്, തെമ്മാടിത്തരവും മോശവും ഒക്കെ ചെയ്യലവർക്ക് വെറുപ്പാണ്. അല്ല പറയാ ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. നബി പറഞ്ഞത് അർ റാഷിദൂൻ അൽ മഹ്ദിയൂൻ,
നേർമാർഗം പ്രാപിച്ചവരുമാണ്, മറ്റുള്ളവർക്ക് നേർമാർഗം കാണിക്കുന്നവരുമാണ് ആര്? സ്വഹാബിമാര്. നമുക്കൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കോപ്പി അടിച്ചാൽ മതി. നമുക്ക് കോപ്പി അടിച്ചാൽ മതി. ആരെ കോപ്പി അടിക്കുക? സ്വഹാബത്തിനെ കോപ്പി അടിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അതുപോലെയാണ് നിസ്കരിച്ചത്, സ്വഹാബത്ത് നിസ്കരിച്ചത്. നബി എങ്ങനെയാണ് ജീവിച്ചത്, ആ മാതൃക ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ് സഹാബിമാർ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിന്മേൽ നിൽക്കുക, വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നേർമാർഗം പ്രാപിച്ചവരും മറ്റുള്ളവർക്ക് നേർമാർഗം കാണിക്കുന്നവരുമായ എന്റെ ഖലീഫമാരുടെ, എന്റെ സഹാബിമാരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക. തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുക്കി പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കുക. ആ ചര്യ മുറുകെ പിടിക്കാൻ റസൂൽ പഠിപ്പിക്കുക. ഈ ഉമ്മത്തെ 73 വിഭാഗമായിട്ട് പിരിയുന്ന റസൂൽ സ്വല്ലല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നരകത്ത് പോകും ഒരു വിഭാഗം ഒഴികെ. സ്വഹാബത്ത് വെച്ച് ആരാണ് നബിയെ? നബി പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും ഏതൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് ആ നിലപാട് സ്വീകരിച്ചവർ. ഇത്രയും നല്ല വ്യക്തികളാണ് അവർ. കാരണം സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകിയവരാണ് ആര്? അവര്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ അഭയാർത്ഥിയായിട്ട് കടന്നു വരാൻ വിചാരിക്കാം. വേറെ ഏതോ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരാൾ പുറത്താക്കപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വരും, നമ്മുടെ വീട്ടിൽ വരികയാണ്. നമ്മൾ പറയോ, എൻ്റെ വീട്ടിൻ്റെ മേലത്തെ ഫ്ലോറിൽ നീയും കുടുംബവും നിന്നോ, സ്ഥിരമായിട്ട് നീ എടുത്തോ നമ്മൾ പറയോ? സ്വഹാബിമാർ അങ്ങനെ പറഞ്ഞിരുന്നു. എൻ്റെ സ്വത്തിൻ്റെ പകുതി നീ എടുത്തോ. മുഹാജിറുകൾ പറയാണ്, എൻ്റെ സ്വത്തിൻ്റെ പകുതി എടുത്തോ എന്ന് പറഞ്ഞു. അത്രയും നല്ല സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകിയവരാണ് അവർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു പാവപ്പെട്ട വ്യക്തി കടന്നു വന്നു. സാധാരണ നബി എന്താ ചെയ്യുക, വീട്ടിൽ കൊണ്ടുപോകും. നബി ഇങ്ങനെ ഭാര്യമാരോട് ചോദിക്കും, ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഉള്ളത് എടുത്തു കൊടുക്കും. അപ്പം നബി ആളെ പറഞ്ഞയച്ചു ഭാര്യമാരുടെ അടുക്കലേക്ക്. പക്ഷെ നബിൻ്റെ ഒറ്റ ഭാര്യൻ്റെ വീട്ടിൽ ഒന്നും കഴിക്കാനില്ല. ഇത്രയും പട്ടിണിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്. അപ്പം നബി ചോദിച്ചു, ആരാണ് ഈ ഒരു വ്യക്തിയെ ഇന്ന് സൽക്കരിക്കുക? അപ്പം അൻസാരികളിൽ പെട്ടൊരു വ്യക്തി പറഞ്ഞു, നബിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ സൽക്കരിക്കുക. അങ്ങനെ അദ്ദേഹം ഈ അതിഥിയെ പുറത്തിരുത്തി അവിടെ വീട്ടിൻ്റെ ഭാഗത്തിരുത്തി ഭാര്യൻ്റെ അടുക്കൽ പോയിട്ട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു അതിഥി കടന്നു വന്നിട്ടുണ്ട്, നമുക്ക് സൽക്കരിക്കണം. ഭാര്യ പറഞ്ഞു, ഇവിടെ കുട്ടികൾക്കുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നീ ഭാര്യനോട് പറഞ്ഞു, നീ കുട്ടികളെ അങ്ങനെങ്കിലും ഉറക്ക്, കുട്ടികളെ വേഗം ഉറക്കിക്കോ, ഉറങ്ങിയാൽ പിന്നെ വിഷമില്ലല്ലോ. അങ്ങനെ കുട്ടികളെ ഉറക്കി. എന്നിട്ട് ഇവരൊരു പ്ലാൻ ഇട്ടു. സാധാരണ അന്നൊരൊറ്റ പാത്രത്തിൽ നിന്നാണ് കഴിക്കുക അവർ പരസ്പരം. ഈ സഹാബി അതിഥിൻ്റെ കൂടെ ഇങ്ങനെ ഭക്ഷിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, ആ വിളക്ക് അവർ അണച്ചു കളഞ്ഞു. വിളക്ക് അണച്ചു കളഞ്ഞു. എന്നിട്ട് ഇത് കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. മറ്റേ അതിഥിൻ്റെ മുമ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ കഴിക്കാറുണ്ട്, അതിഥിക്കൊരു പ്രശ്നമല്ലേ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തോട് ഇഷ്ടമുള്ളതോടൊപ്പം തന്നെ അവർ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകിയവരാണ് സ്വഹാബിമാർ. എത്ര നല്ല മനുഷ്യന്മാരാണ് അവർ. ഈ ഖുർആൻ്റെ കോപ്പി നമ്മളിങ്ങനെ ഓതുമ്പോൾ ഇത് ക്രോഡീകരിക്കണതിന് അവർ പ്രയാസപ്പെട്ട പ്രയാസമുണ്ട് അല്ലേ. ഒരു പർവ്വതം പറിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുവെക്കാൻ അത്ര പ്രയാസമില്ല എന്നായിരുന്നു ആര് പറഞ്ഞത്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സെയ്ദ് ബിൻ സാബിത്ത് പറയുകയാണ്, ഈ ഒരു പർവ്വതം പറിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവെക്കാൻ പറഞ്ഞാൽ പോലും ഇത്ര പ്രയാസമില്ല, അത് കറക്റ്റായി കിട്ടണമല്ലോ, അതിന് പരിശ്രമിച്ചാലാണ് അവർ. മാത്രമല്ല നമ്മൾ ഏത് ഹദീസ് ഉദ്ധരിക്കുമ്പോഴും സ്വഹാബിമാരെ ഉദ്ധരിക്കാൻ. അബീ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആരാ വരുന്നത്? ഫസ്റ്റ് റിവായത്തിന് ഫസ്റ്റ് റാവി സ്വഹാബിയാണ്. എൻ്റെ ഒക്കെ ഒരു വീതം അവർക്ക് കിട്ടും. അത്രയും മഹത്തുള്ള ഈ വിഭാഗത്തെ മോശമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹ് പറഞ്ഞത്, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, സഹാബിമാരെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയായിരുന്നെങ്കിൽ അവർ ഹിദായത്തിലാകുമായിരുന്നു. ഇപ്പൊ സഹാബിമാർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച ഹിദായത്താ. ആര് എന്ത് പിഴച്ച ബാധകൾ പറഞ്ഞാലും നമുക്കുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താ? സഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കി നോക്കിയാൽ അവിടെ എന്ത് ചെയ്തു, അതിൻ്റെ യഥാർത്ഥ നിലപാട് നമുക്ക് കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹദീസിലുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെന്ത് ചെയ്യരുത്, തടയരുത്. ഇതൊരു സ്വഹീഹ ഹദീസാണ്. അപ്പോൾ ഒരു
പണ്ഡിതൻ, ഒരു പുരോഹിതൻ പ്രസംഗിക്കണം എന്താ അറിയോ? അതിനർത്ഥം എന്താണ്? നബി പറഞ്ഞതെന്താ? നിങ്ങൾ തടയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി തടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തടയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി എന്തിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞതെന്നാ. അപ്പൊ നമുക്ക് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കമുള്ള സഹാബിമാർ പള്ളിയിൽ പോയിരുന്നോ? അപ്പൊ അവർ പറയും അത് ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാണ്, ഹിജാബിന്റെ ആയത്തിന്. അപ്പൊ നമ്മൾ പറയും എന്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എന്ത് ചെയ്തിരുന്നു? പോയിരുന്നു, ഹദീസിലുണ്ട്. എന്നാലും വഫാത്തിന് ശേഷം ആയത്ത് ഇറങ്ങില്ലല്ലോ. അപ്പൊ സഹാബിമാരുടെ ഭാര്യമാരെന്ത് ചെയ്തു നോക്കിയാൽ ആ വിഷയത്തിൽ തീരുമാനമായി. ആത്തിഖ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം അന്വേഷിച്ചപ്പോൾ 3 കണ്ടീഷനാണ് അവർ വെച്ചത്. ഒന്ന്, എന്നെ പള്ളിയിൽ പോകാൻ തടയാൻ പാടില്ല. 2, എൻ്റെ അവകാശങ്ങളൊന്നും തടഞ്ഞു വെക്കാൻ പാടില്ല. 3, എൻ്റെ മുഖത്തടിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഏത് വിഷയത്തിലും സഹാബിമാരുടെ രീതിശാസ്ത്രം, മൻഹജ് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അല്ലാഹു പറഞ്ഞത് വകൈഫ തക്ഫുറൂൻ, സഹാബിമാരെ നിങ്ങളെങ്ങനെ നിഷേധികളാകും, നിങ്ങളെങ്ങനെ കാഫിറുകളാകും. വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹ്, നിങ്ങൾക്ക് ഓതപ്പെടുന്നത് അള്ളാഹുവിന്റെ ആയത്തല്ലേ. വഫീക്കും റസൂലു, നിങ്ങളിലുള്ളത് അള്ളാഹുവിന്റെ ദൂതരുമല്ലേ എന്നാണ്. ആ സ്വഹാബത്തിനെ പറ്റിയാണ് ചിലർ കാഫിർ എന്ന് പറയുന്നത്. ഒരാളെ പറ്റി കാഫിർ എന്ന് പറഞ്ഞാൽ അയാൾ കാഫിർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? പറയുന്നവരിലേക്ക് അത് തിരിച്ച് വരുന്ന ഹദീസിലുള്ളത്. സ്വഹാബത്ത് കാഫിറല്ല എന്ന് ഉറപ്പാണ് അല്ലേ? അള്ളാഹു പറഞ്ഞത് മുഅ്മിനൂന ഹഖ്ഖാന്നാണ്, യഥാർത്ഥ മുഅ്മിനുകൾ അവരാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്തുണ്ട്. സെർച്ച് ചെയ്ത് നോക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അടിച്ചു നോക്കിയാൽ കുറേ ആയത്ത് കാണാം അല്ലേ? അതിൽ പ്രൈമറി ഓഡിയൻസ്, പ്രഥമ അഭിസംബോധിത വിഭാഗം ആരാണ്? മുഅ്മിനല്ലാത്ത ഒരാളെ ആൾക്കാർ അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിക്കോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് സഹാബിമാർ. അവിടെ ഈമാൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയ ഈമാനാണ്, പതറിന ഈമാനല്ല. ബദറിന്റെ സമയത്തൊക്കെ അവരെന്താ, ശത്രുക്കളെ എത്ര ഉണ്ടായാലും അവർക്ക് പേടില്ലാന്നായിരുന്നു അവരുടെ നിലപാട്. ഒരു സംഭവമുണ്ട്, ബദർ യുദ്ധം കഴിഞ്ഞ് പിന്നെ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് അല്ലേ, അതിനുശേഷം അബൂ സുഫിയാൻ പറയുന്നുണ്ട് ഇപ്പോൾ 1-1 എന്നൊക്കെ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. 1-1 എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആശയമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ അബൂ സുഫിയാൻ പറയാണ് എവിടെ മുഹമ്മദ് നോക്കുന്നുണ്ട്. നബി പറഞ്ഞു മിണ്ടണ്ട, ഞാൻ അവിടെ ഉണ്ട്, ആരും പറയണ്ട, അവിടെ ഉള്ളത് പറയണ്ട, മറുപടി പറയണ്ട. രണ്ടാമത് ചോദിക്കുന്നത് എവിടെ അബൂബക്കർ? അപ്പോൾ നബി പറഞ്ഞു ഒന്നും മിണ്ടണ്ട. അപ്പൊ അവരൊക്കെ കൊന്നു എന്നുള്ള രൂപത്തിൽ അങ്ങനെ വീരവാദം മുഴക്കിയപ്പോ പിന്നെ ചോദിക്കുക എവിടെ ഉമർ? അവസാനം ഉമർ അല്ലാഹുവിന് സൈ കെട്ടിട്ടുണ്ട് ചെയ്തത്, അള്ളാഹുവിന്റെ ശത്രു ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പിന്നെ അള്ളാഹുവിന്റെ ശത്രു ഒന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉമർ അല്ലാഹുവിന് പറയാണ് സമമായിട്ടില്ല, ഞങ്ങളെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടവരൊക്കെ സ്വർഗത്തിലാണ്, നിങ്ങളെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടവരൊക്കെ എവിടെയാണ്? നരകത്തിലാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബദറിന് ശേഷം മറ്റൊരു സന്ദർഭത്തിൽ അബൂ സുഫിയാൻ കൂട്ടരും പറയുന്നുണ്ട് നമുക്കൊന്നുകൂടി ഒന്ന് പോരടിക്കണം, ബദറിൽ വെച്ച് നമുക്ക് ഒന്നും കൂടി കണ്ടുമുട്ടണം, ഒന്നും കൂടി എന്ത് ചെയ്യണം? കണ്ടുമുട്ടണം. നബിനോടാ പറഞ്ഞത്. നബി പറഞ്ഞു ഓക്കെ നമുക്കിനി കണ്ടുമുട്ടാം. എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ പിന്മാറുന്നാണ് അബൂ സുഫിയാൻ വിചാരിച്ചിരുന്നത്. ഇനി കണ്ടുമുട്ടാന്ന് പറഞ്ഞപ്പോൾ യുദ്ധത്തിൽ നിന്നും വരാതെ അവർ പോകുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നബി അത് ഏറ്റെടുത്തപ്പോൾ അവർ ഈ വാക്ക് പറഞ്ഞും ചെയ്തു, ഇനി പിന്മാറാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇവർ മക്കയിൽ ഒരു പ്രചരണം നടത്തി. എന്താ? മക്കയിലെ വലിയ സർവായുധ സജ്ജരായ ഒരു സൈന്യം ഇവരെ നേരിടാൻ വരുന്നുണ്ടെന്ന് സ്വഹാബിമാരോട് പോയിട്ട് പറഞ്ഞു. ഇന്നന്നാസ ഖദ് ജമഉ ലക് ജമഉ ഫഖ്ശൗഹും, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സർവായുധ സജ്ജരായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് പറഞ്ഞു. പിന്നെ നബി സ്വഹാബിമാർ ബദറിൽ വന്നപ്പോൾ അവരെ കാണാനില്ല. ആരെ? മുശ്രിക്കുകളെ കണ്ടില്ല. യുദ്ധമില്ലാതെ തന്നെ വിശ്വാസികൾക്ക് അവിടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്ന. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, മരണത്തെ പേടിക്കാത്ത, ദുനിയാവിനേക്കാൾ പരലോകത്തിന് പ്രാധാന്യം നൽകിയ അബർറു ഹാദിഹിൽ ഉമ്മ,
ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരാണ് സ്വഹാബിമാർ. അവരെ മോശമാക്കി പറയാന്നുള്ളത് വളരെ വലിയ വൻപാപമായിട്ടാണ് പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി. ആ കത്തിൽ എങ്ങനെയാണ് പറയുന്നത്? കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് എങ്ങനെയാണ് ഭിന്നിക്കുന്നത്? നബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദ, ഈ ഉമ്മത്തിന്റെ നബി ഒരു നബിയാണ്, ഒരേ ഖിബ്ലയുമാണുള്ളത്. വേറെ ഇപ്പോഴാണ് ഒരേ കിതാബുമാണുള്ളത്. ഒരേ ഖുർആന്റെ അനുയായികളായ, ഒരേ നബിയുടെ അനുയായികളായ, ഒരേ ഖിബ്ലയിലേക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തിരിഞ്ഞു നമസ്കരിക്കുന്ന ഈ ഉമ്മത്തിൽ എങ്ങനെയാണ് ഭിന്നതയുണ്ടാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കത്തിലൂടെ. അപ്പോ അദ്ദേഹം പറയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇന്നമാ അൻസല അലൈനൽ ഖുർആന ഫഖറഅനാഹു വഅലിംനാ ഫീമാ ഉൻസിൽ, നമുക്കാണ് അല്ലാഹു കിതാബ് ഇറക്കിയത്. അള്ളാഹിന്റെ കിതാബ് റസൂൽ ഇറക്കിയപ്പോൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി, എന്തിനാണ് ഇറങ്ങിയതെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൃത്യമായി നബിയിൽ നിന്ന് പഠിച്ച് ഖുർആന്റെ അവതരണ ലക്ഷ്യപ്രകാരം നമ്മൾ ജീവിച്ചു. എന്നാൽ പിന്നീട് ഒരു കൗമ വന്നപ്പോൾ എന്ത് സംഭവിച്ചത്? അവർ ഖുർആൻ തോന്നിയ പോലെ എന്ത് ചെയ്തു? വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഭിന്നിപ്പുണ്ടായി. ഖുർആൻ ഓരോരുത്തർ തോന്നിയ രൂപത്തിൽ എന്ത് ചെയ്യാണ്? വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഭിന്നിപ്പുണ്ടാകും. അതാണ് ഷിയാക്കൾക്ക് പറ്റിയത്, കാദിയാനികൾക്ക് പറ്റിയത്, പലർക്കും പറ്റിയത്. എന്താ? ഖുർആൻ തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിച്ചു. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, യഖീനെത്തുന്നത് വരെ അള്ളാഹിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് വരെ അള്ളാഹിനെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സൂഫിയാക്കൾ പേച്ചുപോയി. എൻ്റെ അർത്ഥം എന്താ? ശരിക്ക് മരണം വരെ അള്ളാഹിനെ ആരാധിക്കുക എന്നാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ മൗത്ത് എന്നാണ് എൻ്റെ വ്യാഖ്യാനം. ഇങ്ങനെ പലരും പല ആയത്തുകളെയും ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? സ്വന്തമായിട്ടുള്ള വ്യാഖ്യാന പ്രകാരമാണ്. എന്നാൽ സഹാബത്ത് ആയത്ത് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. അല്ലാഹു പറയാണ്, വൈൻ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എതിർത്ത് നിൽക്കുകയും വിശ്വാസികളുടെ വഴിയല്ലാത്ത വഴി, അഥവാ സ്വഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ അവരെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടുന്നതാണ്, അവനെ നാം നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ്. സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വഹാബത്തിനെ കാഫിറായിട്ടാണ് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കയിൽ 2 വിഗ്രഹങ്ങളായിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഷിയാക്കൾ കാണുന്നത്. ഈ റാഫിളീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇവരൊക്കെ നിരസിക്കുന്നവരാണ് എൻ്റെ അർത്ഥം. മക്കയിലെ 2 വിഗ്രഹങ്ങളായിട്ടാണ് ആരെ കാണുന്നത്? ഏറ്റവും ശ്രേഷ്ഠരായ ഷെയ്ഖാൻ എന്നാണ് അറിയപ്പെടുക. 2 ഷെയ്ഖുമാർ, ഇസ്ലാമിലെ ഏറ്റവും ഉന്നതരായ ഈ ഉമ്മത്തിൽ 1-ാം റാങ്കും 2-ാം റാങ്കും ആർക്കാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു, അവരെ കാണുന്നത്. എന്നിട്ട് പല കള്ള ഹദീസുകളും നിർമ്മിച്ച് അലി റളിയല്ലാഹു അൻഹു ഇവർക്കെതിരാന്നൊക്കെ രൂപത്തിൽ വരുത്തി തീർക്കുന്ന ആൾക്കാർ. യഥാർത്ഥത്തിൽ സഹാബിമാർ പരസ്പരം സ്നേഹത്തിലായിരുന്നു. റളിയല്ലാഹുവിന്റെ മക്കളെ പേരൊക്കെ പരിശോധിച്ചാൽ ഒരാളുടെ പേര് അബൂബക്കർന്നാ, ഒരാളുടെ പേര് ഉമർന്നാ, ഒരാളുടെ പേര് ഉസ്മാൻന്നാ. ഹസനും ഹുസൈനും മാത്രമല്ല, വേറെയും മക്കളുണ്ട്. അവർക്ക് അത്രയും സ്നേഹമായിരുന്നു പരസ്പരം. പക്ഷെ ഇവര് നേരെ തിരിച്ചാണ് എന്ത് ചെയ്യല്? ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വിശ്വാസവഞ്ചകനും സംസ്കാരശൂന്യനും മാന്യതയില്ലാത്തവരുമായിട്ടാണ് അവർ അബൂബക്കർ റളിയല്ലാഹുവിനൊക്കെ കണക്കാക്കുന്നത്. പലതും നമുക്ക് വായിക്കാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹുവിനെ പറ്റിയൊക്കെ പറഞ്ഞ പല വാചകങ്ങളും അദ്ദേഹം എന്താ പറയുക, നമ്മൾ സൗവർഗരതിൻ്റെ ആളെന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ആളാണ് എന്ന രൂപത്തിൽ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും എഴുത്തുകളും വരെ നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. സമാനമായിട്ട് ആയിഷ റളിയല്ലാഹുവിനെ പറ്റിയും അവർ പറയുന്നതായി കാണാം. അവർ നരകത്തിലാണ് എന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ കുഫർ മനസ്സിൽ മറച്ചു വെച്ചിട്ട് മുനാഫിക്കായി അഭിനയിച്ച ആളാണെന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിൽ, കൊല്ലപ്പെട്ടതിൽ ഏറെ സന്തോഷിക്കുന്ന ആൾക്കാരാണ് അത്. ഇന്നിപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു ഉണ്ടെങ്കിൽ ഇറാനിൽ നിന്നൊക്കെ ബോംബ് വരും അവർക്കെതിരെ. മനസ്സിലാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. കാരണം അവരുടെ ഗ്രന്ഥങ്ങൾ അത്രയും നീചമായിട്ടാണ്
ഈ സഹാബിമാരെ കുറ്റം പറയുന്ന ആളുകൾ, ഈ ജൂതന്മാർ, ഈ ഷിയാക്കളൊക്കെ ആയ ആളുകൾ, അങ്ങനെയാണ് സഹാബിമാരെ കണക്കാക്കുന്നത്. ഇപ്പോൾ ഖാംനേയിയൊക്കെ മരണപ്പെട്ടപ്പോൾ സിറിയയിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സിറിയയിലുള്ള പല ആൾക്കാരെയും കൊന്നൊടുക്കിയ, അതിന് നേതൃത്വം നൽകിയ ആൾക്കാർ മരണപ്പെടുമ്പോൾ പല മുസ്ലിങ്ങളും സന്തോഷിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോസൊക്കെ. ഇറാൻ്റെ പ്രസിഡന്റും മറ്റൊക്കെ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ, ആത്മീയ നേതാക്കളൊക്കെ മരണപ്പെടുമ്പോൾ എന്തുകൊണ്ട് അഹ്ലുസുന്നയിൽ ആളുകൾ സന്തോഷിക്കുന്നു എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. നബി പറയുന്ന ഒരു ഹദീസിൽ കാണാം, ചില ആൾക്കാർ മരിക്കുമ്പോൾ അവർ റാഹത്തായിട്ടാണ് മരിക്കുക, മരിക്കുന്ന ആൾക്ക് റാഹത്തായിരിക്കും. ചില ആൾക്കാർ മരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് റാഹത്തായിരിക്കും. നമ്മുടെ മരണം എങ്ങനെ നമ്മൾ പരിശോധിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് റാഹത്തുണ്ടാവണം, മറ്റുള്ളവർക്കൊക്കെ വിഷമം ഉണ്ടാവണം. എന്നാൽ ചില ആൾക്കാർ മരിക്കുമ്പോൾ മരിക്കുന്നവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും, പക്ഷേ ജനങ്ങൾക്ക് എന്തായിരിക്കും? ഒരു ജനാസ ഇങ്ങനെ മദീനയോടെ കൊണ്ടുപോകുമ്പോൾ നബി പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞു, നിർബന്ധമായി എന്ന് പറഞ്ഞു. എന്താ? ജനങ്ങൾ അയാളെ പറ്റി നല്ലത് പറയുമ്പോൾ നബി പറയാണ് അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്നാ. ജനങ്ങൾ ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും? എല്ലാവരും അങ്ങനെ നല്ല പറഞ്ഞു. ചില ആളുകളെ അവിടെ ചെയ്തി കൊണ്ട് ജനങ്ങളെ അവരെ വെറുക്കും, അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ സഹാബത്തിനെ കുറ്റം പറഞ്ഞാൽ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ദുനിയാവ് തന്നെ അയാൾ കൊല്ലപ്പെടുന്ന, അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. കുറച്ച് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദുനിയാവുന്ന എന്ത് ചെയ്യും? അവർ ശത്രുക്കളാൽ കൊല്ലപ്പെടും എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അഥവാ ഷെയ്ഖാനിയെ ശപിക്കൽ നിർബന്ധമാണ് എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. ഇവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു നമ്മൾ പറയണമല്ലോ, അതേപോലെ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഷിയാക്കളെ നമുക്ക് കാണാൻ കഴിയും. അതിനു വേണ്ടി കെട്ടിയുണ്ടാക്കിയ പ്രത്യേകമായ പ്രാർത്ഥന തന്നെ ഉണ്ട്. ആ പ്രാർത്ഥനയുടെ പേരെന്താ അറിയോ? ദുആ സനമൈ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട 2 വിഗ്രഹങ്ങളെ ശപിക്കുന്ന പ്രാർത്ഥന, അവർക്കെതിരുള്ള പ്രാർത്ഥന എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന കാണാം. ഈ ഒരു പ്രാർത്ഥന ഒരു പ്രാവശ്യം ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 70,000 പദവികൾ ലഭിക്കും, 70 ലക്ഷം ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. പ്രഭാതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അയാൾക്ക് യാതൊരു പാപവും അവശേഷിക്കുകയില്ല എന്ന രൂപത്തിലൊക്കെ ഇവർ പറയുമ്പോൾ ഇവരുടെ വിശ്വാസം ഗൗരവമാണ്. അവരൊരിക്കലും അഹ്ലുസുന്നക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ അള്ളാഹിനെ പറ്റി പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ, അതായത് വ്യഭിചാര കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ട ഒരു പെണ്ണിനെ ഹാജരാക്കിയപ്പോൾ ആ പെണ്ണിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രാപിക്കുകയും നഊദു ബില്ലാഹ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നിട്ട് പിന്നെ ആ പെണ്ണിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എറിഞ്ഞു കൊല്ലുകയും ചെയ്തു എന്ന് പറയുന്ന ആളുകൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഗവർണറും പൊതുഖജനാവിൽ നിന്ന് മോഷ്ടിച്ചു, അല്ലെങ്കിൽ പൊതുഖജനാവിൻ്റെ പൈസ അടിച്ചു മാറ്റി ബൈത്തുൽ-മാലിൽ നിന്നെടുത്തു, അഴിമതി നടത്തി എന്നൊക്കെ പറയുന്ന ആൾക്കാർ മലയാളത്തിൽ പോലും പല ആളുകളും പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിൽ പോലും ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റിയും അതുപോലെ തന്നെ മുആവിയത്ത് ബിൻ അബീ സുഫ്യാൻ റളിയല്ലാഹുവിനെ പറ്റിയൊക്കെ മോശമായിട്ട് എഴുതിയതായിട്ട് കാണാം. CH മുസ്തഫയെ പോലുള്ള പല ആളുകളും മുആവിയ റളിയല്ലാഹുവിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാനെ പറ്റിയൊക്കെ മോശമായിട്ട് പറഞ്ഞത് കാണാം. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹുന, അതിനുള്ള മുമ്പുള്ള മുഴുവൻ എന്ത് ചെയ്യും? മായ്ക്കപ്പെടുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ്. അബൂ സുഫിയാനെ പറ്റി മോശമായിട്ടാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ സ്വന്തം കുട്ടിയെ കുഴിച്ചുമൂടി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനത്തെ കഥയൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഷിയാക്കൾ കെട്ടിണ്ടാക്കിയ കഥയാണ്. ഖുറൈശികളൊന്നും മക്കളെ കുഴിച്ചുമൂടിയ ആളുകളായിരുന്നില്ല. ഉമർലാന്റെ മൂത്ത മോള് ഹഫ്സ റളിയല്ലാഹു അൻഹയാണ്. നബിൻ്റെ ഭാര്യയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബിൻ്റെ അവരുടെ മക്കളെ നബി കല്യാണം കഴിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു നബിൻ്റെ മരുമക്കളാണ്, അഥവാ പുതിയാപ്പിളാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കല്യാണം കഴിച്ച ആൾക്കാരാ. ദുന്നൂറൈൻ എന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. 2 പ്രകാശങ്ങളുടെ ഉടമ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മകളെ വിവാഹം കഴിപ്പിച്ചെടുത്തു,
ആ മകളുടെ മരണശേഷം അടുത്ത മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയുള്ള സഹാബിമാരെ പറ്റി ആണ് ഇവർ മോശമായ രൂപത്തിൽ പറയുന്നത്. ചിലരൊക്കെ പറയാം, ചില ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളൊക്കെ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ കൂടി വിഷം കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നത് എന്ന് വരെ പറയുന്നുണ്ട്. നഊദു ബില്ലാഹ് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം. ഇത് വമ്പിച്ചൊരു ആരോപണമാണ്. ഇങ്ങനൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്ക് പൂട്ട് പൂജിക്കാൻ പറ്റുമോ? അവരെ ബഹുമാനിക്കാൻ പറ്റുമോ? നമ്മുടെ സ്വന്തം മാതാവിനെ പറ്റി, ഉമ്മയെപ്പറ്റി ഒരാൾ വ്യഭിചാരം ആരോപിച്ചാൽ അയാൾ മരിച്ച നമ്മൾ ഷഹീദ് എന്ന് പറയോ? സഹാബിമാരെ പറ്റി, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ പറ്റി വ്യഭിചാരിണി എന്ന് പറയുന്ന സഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലുന്ന അഹ്ലു സുന്നയിൽപ്പെട്ടവരെ കൊല്ലുന്നത് പുണ്യകരമാണ് എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് സുന്നികളായ അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കിയ ആളുകൾക്ക് വേണ്ടി നമുക്കെങ്ങനെ വാദിക്കാൻ കഴിയും? അവരെ വലിയ ധീരന്മാരായിട്ട് നമുക്കെങ്ങനെ ചിത്രീകരിക്കാൻ കഴിയും? ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പലതും പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രചാരണം കേട്ട് വിശ്വസിക്കേണ്ടവരാണോ നമ്മൾ? അല്ലാഹു എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. ഒരു അധർമ്മകാരി വല്ല വാർത്തയായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ചറിയണം. എന്നിട്ട് പറയും സൗദി അറേബ്യ, UAE അല്ലെങ്കിൽ ഖത്തർ, ഒമാൻ ഇവരൊന്നും ചെയ്യുന്നില്ല ഫലസ്തീന് വേണ്ടി. ചെയ്യുന്നതോ ഇറാൻ മാത്രമാണ്. അവരാ നമ്മുടെ രക്ഷകർന്നാ. നമ്മൾ ആലോചിച്ച് നോക്കുക. മക്കയിലേക്ക് ബോംബിട്ടില്ല അവര്, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവിടെ വെടിവെപ്പ് നടത്തിയില്ലേ? മദീന പള്ളിയെ ലക്ഷ്യമാക്കി ബോംബെറിഞ്ഞില്ല അവര്? എന്തെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നേ അല്ല. അതൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് മാറുന്നില്ല. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരെ, രാഷ്ട്രത്തലവന്മാർക്കെതിരെ അവരൊക്കെ ഭീരുക്കളാണെന്നും കൃത്യമായി ദീൻ പറയുന്ന പണ്ഡിതന്മാരെല്ലാം കൊട്ടാര പണ്ഡിതന്മാരാണ്, അഥവാ രാജാക്കന്മാർക്കൊത്ത് ദീൻ പറയുന്ന ഭീരുക്കളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയും ഈ എന്താ പറയുക, സിറിയയിലും മറ്റും അഹ്ലുസുന്നയിലെ ആളുകളെ കൊലപ്പെടുത്തിയ, സഹാബിമാരെ കാഫിറാക്കിയ, അഹ്ലുസുന്നയെ കണ്ടാൽ കൊല്ലുന്നത് പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഖബറാരാധകരായ ആളുകൾ തങ്ങളുടെ 12 ഇമാമുമാർ മുഖറബീങ്ങളായ മലക്കുകളെക്കാളും അതുപോലെ തന്നെ മുർസലീങ്ങളായ നബിമാരെക്കാളും ഉത്തമരാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ആളുകളുടെ മദ്ഹ് പറയാനാണ് ഇപ്പം എല്ലാവർക്കും വലിയ താല്പര്യം. എല്ലാ തിന്മകളുടെയും മാതാവാണ് ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ പല രൂപത്തിൽ പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഒരുപാട് പറയാനുള്ള വിഷയമാണ്. നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു ലോകം വരാണ്ട്. അറിയാത്തത് പറയരുത്. അറിയാത്തത് പറയുക എന്നുള്ളത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽം. അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോകരുത്. നമ്മുടെ നാട്ടിലൊരു അപ്പുറത്തൊരു ആക്സിഡന്റ് നടന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു കൊലപാതകവും ആത്മഹത്യ നടന്നാൽ പോലും അതിൻ്റെ കൃത്യമായ രൂപം നമുക്ക് അറിയില്ല. എന്നിട്ടാണ് ആഗോളതലത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഭയങ്കര അഭിപ്രായം പറയാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, അറിയാത്തത് പറയരുത്. അറിയാത്തത് പറഞ്ഞാൽ അത് കളവായി തീരും. പ്രത്യേകിച്ച് ഈ റമദാനിൻ്റെ ഈ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ കാഫിറുകളാക്കി ചിത്രീകരിക്കുന്നവരെയാണ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് സത്യം മനസ്സിലാക്കി ആ സ്വഹാബത്തിൻ്റെ ചര്യ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സദ്വൃത്തരായ അഹ്ലുസുന്നയുടെ വക്താക്കളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. رب ارحمهما كما ربيانا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تؤاخذنا إن نسينا أو أخطأنا. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.